പ്രിയമുള്ള കുട്ടികളെ, ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആശയം എസ്കേപ്പ് വെലോസിറ്റി എന്താണ് എന്നതിനെ കുറിച്ചാണ്. പലായന പ്രവേഗം എന്നാണ് മലയാളത്തിൽ ഇതിനെ പറയുക. നമുക്കറിയാം, ഏത് വസ്തുവിനെയും മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വരും. കാരണം ഭൂമി അതിൻ്റെ മുകളിൽ ഒരു ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതേസമയം ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തെക്കാളും കൂടിയ വെലോസിറ്റിയിൽ അല്ലെങ്കിൽ കൂടിയ എനർജിയിൽ ഒരു വസ്തുവിനെ നമുക്ക് മുകളിലേക്ക് എറിയാൻ സാധിച്ചാൽ അതിന് എന്താണ് സംഭവിക്കുക? ഇറ്റ് വിൽ നോട്ട് കം ബാക്ക് ടു ദ എർത്ത് സർഫസ്. അതാണ് ഉണ്ടാവുക. അതായത് നമുക്ക് ഒരു വസ്തുവിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പ്രയോഗിക്കാൻ പറ്റുന്ന ഫോഴ്സിനേക്കാളും കൂടുതൽ എനർജി കൊടുത്ത് നമുക്ക് മുകളിലേക്ക് എറിയാൻ സാധിക്കുകയാണെങ്കിൽ ആ വസ്തു എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. സോ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ദ മിനിമം വെലോസിറ്റി with which a body is to be projected so that it will escape from the gravitational force of attraction of earth. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും ഒരു വസ്തുവിന് പുറത്തേക്ക് പോകാൻ അതിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ വെലോസിറ്റിയാണ് എന്ത് പറയുക? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയാം. ഒരിക്കൽ കൂടി പറയാം, ഇറ്റ് ഈസ് ദ മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി ഈസ് ടു ബി പ്രൊജക്റ്റഡ്. പ്രൊജക്റ്റ് ചെയ്യാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, മുകളിലേക്ക് വിക്ഷേപിക്കുക അല്ലെങ്കിൽ എറിയുക. It is to be projected so that it escapes from the gravitational force of attraction of Earth. That is known as escape velocity. It is denoted as VE. And from the Earth surface, the escape velocity, you will study that it is 11.2 kilometer per second. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സ്പീഡിൽ എറിയുകയാണെങ്കിൽ that body will never come back to the earth surface. It will escape from the earth surface. That velocity is known as escape velocity from the earth surface. Okay. അപ്പോൾ എങ്ങനെയാണ് എസ്കേപ്പ് വെലോസിറ്റി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയി എന്ന് കിട്ടിയത് എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള മാർഗം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സർഫസിൽ നിന്ന് ഒരു വസ്തുവിനെ മുകളിലേക്ക് വിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ എറിയുമ്പോൾ അതിനുണ്ടാവുന്ന എനർജി കൈനറ്റിക് എനർജിയാണ്. അത് ചലിക്കുന്നത് കൊണ്ട് അതിന് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുക. അപ്പോൾ എറിയുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എനർജി കൈനറ്റിക് എനർജിയാണ്. ഈ എനർജി കൊണ്ട് അത് എവിടം വരെ പോകണം? അത് ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്നും വിടുതൽ നേടിക്കൊണ്ട് പുറത്തേക്ക് പോകണം. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് മൂവ് അപ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വരെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മാത്തമാറ്റിക്കലി പറയാം. അപ്പം ടെക്നിക്കലി പറയുകയാണെങ്കിൽ അത് ഇൻഫിനിറ്റി വരെ പോകേണ്ടതാണ്, അല്ലെ? അപ്പോൾ അത്രയും ഉയരത്തിലെത്തുമ്പോൾ അതിന് എന്ത് എനർജിയാണ് കിട്ടുക? ഉയരത്തിലെത്തുമ്പോൾ കിട്ടുന്ന എനർജിയുടെ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ട് നേടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഭൂമിയുടെ സർഫസിൽ നിന്നും അതിന് കൊടുക്കുന്ന കൈനറ്റിക് എനർജിയാണ് അത് ഉയരത്തിലേക്ക് എത്തുമ്പോൾ അതിനുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ ഐഡിയയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ സർഫസിൽ നിന്ന് അതിന് കൊടുക്കുന്ന കൈനറ്റിക് എനർജി KE ഈസ് ഈക്വൽ ടു, നമുക്കറിയുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് ½mv². ഈ വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി, ½mv². ഇനി ഭൂമിയിൽ നിന്നും ഉയരത്തിലെത്തുമ്പോൾ കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി PE is equal to GMM into 1/R1 minus 1/R2. ഇത് R1 എന്ന പോയിന്റിൽ നിന്നും R2 എന്ന പോയിന്റിലേക്ക് ഒരു വസ്തു നീങ്ങുമ്പോൾ അതിന് ഒരു വസ്തുവല്ല M എന്നുള്ള മാസ് നീങ്ങുമ്പോൾ അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് GMM into 1/R1 minus 1/R2. ഇപ്പോൾ നമ്മൾ ഭൂമിയുടെ സർഫസിൽ നിന്നും ഒരു വസ്തുവിനെ ഇൻഫിനിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ R1 എന്നുള്ളത് ഭൂമിയുടെ റേഡിയസ് ആണ്. അതായത് സർഫസിലേക്കുള്ള, സെന്റർ ഓഫ് എർത്തിൽ നിന്ന് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് R. R2 എന്നുള്ളത് അത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് ഇൻഫിനിറ്റി. ഓക്കെ, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ P is equal to GMM 1/R minus 1/infinity. 1/infinity 0 ആണ്. അപ്പൊ ആ ടേം പോയി, ബാക്കി GM m/R. This is the equation for potential energy when a body reaches up to infinity from the surface of earth. Okay. അപ്പോൾ ഇവിടെ സർഫസിൽ കൊടുത്ത ഈ കൈനറ്റിക് എനർജിയാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ½ m
v square is equal to gmm/r. ഓക്കെ, ഇതിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ദിസ് ഈസ് മാസ് ഓഫ് ബോഡി, അത് നമുക്ക് കട്ട് ചെയ്യാം. 2 അപ്പുറത്തേക്ക് എടുക്കാം. സോ വി സ്ക്വയർ is equal to 2gm/r. Therefore VE, escape velocity VE is equal to, അതിന്റെ റൂട്ട് എടുക്കണം, root of 2gm/r. This is the equation for escape velocity. V is equal to root of 2gm/r. നോക്കിയേ, ഈ വാല്യൂസ് 2 കോൺസ്റ്റന്റ് ആണ്. G യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ, കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട് നമുക്കറിയാം. M മാസ് ഓഫ് എർത്ത് ആണ്, നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, കോൺസ്റ്റന്റ് വാല്യൂ ആണ്. R റേഡിയസ് ഓഫ് എർത്ത്, കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 11.2 km/s. ഓക്കെ, and there is another important point, that is the escape velocity is independent of the mass of the body. ഇവിടെ ഇതിന്റെ ഇക്വേഷനിൽ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ട്, മാസ് ഓഫ് എർത്ത് ഉണ്ട്, റേഡിയസ് ഓഫ് എർത്ത് ഉണ്ട്. ഏത് വസ്തുവിനെയാണോ പ്രൊജക്ട് ചെയ്തത് അല്ലെങ്കിൽ എറിഞ്ഞത് ആ വസ്തുവിന്റെ മാസിനെ കുറിച്ച് നമുക്ക് ഈ ഇക്വേഷനിൽ യാതൊരു അറിവും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അതായത് കനം കുറഞ്ഞൊരു വസ്തുവായാലും കനം കൂടിയൊരു വസ്തുവായാലും ഏത് വസ്തുവായാലും ഭൂമിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് 11.2 km/s. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മാസ് ഓഫ് എർത്ത്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മാസ് ഓഫ് എർത്ത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അതേപോലെ ചന്ദ്രനിൽ നിന്നാണെങ്കിൽ ചന്ദ്രന്റെ റേഡിയസ് കുറവാണ്, മാസും കുറവാണ്. ഏതാണ്ട് 1/6 ആയിരിക്കും എസ്കേപ്പ് വെലോസിറ്റി ഫ്രം മൂൺ. അതിന്റെ മാസും റേഡിയസും ഒക്കെ കുറവായതുകൊണ്ട് എസ്കേപ്പ് വെലോസിറ്റി ചന്ദ്രനിൽ നിന്നുള്ളത് വളരെ കുറവാണ്. അതായത് 1/6 എന്ന് പറയുമ്പോൾ 2 പോയിന്റ് സംതിങ് ആണ് ചന്ദ്രനിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി വരിക. അപ്പം ചന്ദ്രനിലെ എസ്കേപ്പ് വെലോസിറ്റി കുറവായതുകൊണ്ട് ചന്ദ്രനിലുള്ള ഗ്യാസ് മോളിക്യൂൾ, അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഗ്യാസ് മോളിക്യൂൾസ്, നിങ്ങൾക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ എപ്പോഴും റാൻഡം മോഷനിലാണ്. ദേ ആർ ഓൾവേസ് മൂവിങ് ആൻഡ് അണ്ടർഗോയിങ് കൊളിഷൻസ്. ഈ റാൻഡം മോഷന്റെ വെലോസിറ്റി തന്നെ സഫിഷ്യന്റ് ആണ് എന്തിന്? എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ചന്ദ്രന്റെ സർഫസിലുള്ള പാർട്ടിക്കിൾസിന്റെ റാൻഡം മോഷന്റെ വെലോസിറ്റി തന്നെ മതിയാകുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തില്ലാത്തത്? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത്. ചന്ദ്രന്റെ അന്തരീക്ഷമില്ല, അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് നമുക്കറിയാം. There is no atmosphere for moon. This is because the molecules or gas molecules at the moon surface, due to their random motion or due to their collision, has enough velocity to escape from the surface of moon. അല്ലാതെ എന്തുകൊണ്ട് ചന്ദ്രൻ അന്തരീക്ഷമില്ല എന്ന് ചോദിച്ചാൽ ചന്ദ്രനിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറവാണ് അല്ലെങ്കിൽ G കുറവാണ് എന്നുള്ളതല്ല അതിന്റെ ഉത്തരം. ചന്ദ്രനിൽ എസ്കേപ്പ് വെലോസിറ്റി കുറവാണ്. അതുകൊണ്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ തന്നെ അവയുടെ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ മൂണിന്റെ സർഫസിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. Therefore there is no atmosphere for moon. ഓക്കെ, ഇനി ഈ ഇക്വേഷന് ഒരു ചെറിയ വ്യത്യാസം വരുത്താണ്. √2gm/r എന്നുള്ള ഇക്വേഷന് ഒരു വ്യത്യാസം വരുത്തുന്നു. നമ്മൾ മുമ്പ് ജിയുടെ ഇക്വേഷൻ പഠിച്ചപ്പം ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, G is equal to gm/r² എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് gm is equal to gr² എന്നറിയാം. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ജിയുടെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എസ്കേപ്പ് വെലോസിറ്റി V is equal to √2 gm പകരം gr²/r. ഒരു r കട്ട് ചെയ്തു, ബാക്കി √2gr എന്ന് കിട്ടി. ഓക്കെ, V is equal to √2gr. നേരത്തെ നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി പഠിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മയുണ്ടാവും. VO is equal to √gr എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ഓർബിറ്റിൽ ഒരു സാറ്റലൈറ്റിനെ എടുക്കാൻ പറ്റുന്ന വെലോസിറ്റിയാണ് √gr. ദിസ് ഈസ് കോൾഡ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം VO ഓർബിറ്റൽ വെലോസിറ്റി ആണ്, VE എസ്കേപ്പ് വെലോസിറ്റി ആണ്. നോക്കൂ, വിയോയുടെ ഇക്വേഷൻ √gr, വിയുടെ ഇക്വേഷൻ √2gr അല്ലെ. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻ? ഈ ഇക്വേഷനെ ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടും അല്ലെ.
ഈ ഇക്വേഷനെ ഇൻറ്റു √2 ചെയ്താൽ ഇത് കിട്ടും. അതായത് VE കിട്ടാൻ വേണ്ടി VE is equal to ഇതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇറ്റ് ഈസ് √2 into VU. This is the relation between escape velocity and orbital velocity. അല്ലെങ്കിൽ orbital velocity and escape velocity തമ്മിലുള്ള റിലേഷൻ ആണ് VE is equal to √2 VO. ഇതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ആണ്. VE is equal to √2 VO. ഓക്കെ, VO orbital velocity and VE is escape velocity. ഇനി നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് Kepler's laws of planetary motion. Kepler's laws. ജോഹന്നാസ് കെപ്ലർ എന്നുള്ള ഡെൻമാർക്കുകാരനായിട്ടുള്ള സയന്റിസ്റ്റ് ആണ് 15-ാം നൂറ്റാണ്ടിൽ 3 ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഞാൻ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു വലിയ അധ്വാനത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ 3 ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്ന ടൈക്കോ ബ്രാഹെ എന്ന ശാസ്ത്രജ്ഞൻ ഒബ്സർവർ നടത്തിയ ദീർഘകാലത്തെ അസ്ട്രോണമിക്കൽ ഡാറ്റയുടെ അവലോകനം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ക്രോഡീകരിച്ചാണ് കെപ്ലർ 3 ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. 3 ചലന നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വളരെ അധികം ലളിതമാണ് എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. അത്രയും കാലത്തെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ 3 വളരെ ലളിതമായ നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ലോ പറയുന്നത് ലോ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് എന്നാണ് അതിന്റെ പേര്. ഫസ്റ്റ് ലോ ഓഫ് കെപ്ലർ, ലോ ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. ഈ ലോ പറയുന്നത് ഓൾ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് എന്നാണ് പറയുന്നത്. എലിപ്റ്റിക്കൽ ആണ് ഓർബിറ്റ്, ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലാണ് ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുവരെ തന്നെ ഭൂമിയാണ് കേന്ദ്രമെന്നാണ്, അഥവാ കരുതിയിരുന്നവർ പോലും സർക്കുലർ പാത്തിലാണ് ചുറ്റുന്നതെന്നാണ് കരുതിയിരുന്നത്. അപ്പം കെപ്ലർ അത് ദീർഘകാലത്തെ ഒബ്സർവേഷനിലൂടെ പ്രൂവ് ചെയ്തതാണ്. All planets are moving around the sun in elliptical orbits with the sun at one of the focus of the ellipse. ഒരു എലിപ്സ് അല്ലെങ്കിൽ ദീർഘവൃത്തത്തിന് സെന്റർ അല്ല ഉള്ളത്, 2 ഫോക്കസുകളാണ് ഉള്ളത്. നോക്കുക, ഒരു എലിപ്സ് ആണ്. ഇതിന് നമ്മൾ 2 ആക്സിസ് ആണ് വരയ്ക്കുക. ഇതിനെ മേജർ ആക്സിസ് എന്ന് പറയും, മേജർ ആക്സിസ്, ആൻഡ് this line is known as minor axis. Minor axis. എലിപ്സിന്റെ ഇങ്ങനെയുള്ള 2 പോയിന്റുകളെയാണ് അതിന്റെ ഫോക്കസ് എന്ന് പറയുക, F1, F2. These are the 2 focus. So according to Kepler's first law, that is law of elliptical orbits, he states that all planets revolve around the sun in elliptical orbits with the sun at one of the focus of the ellipse. 2 ഫോക്കസുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും സൂര്യൻ. അല്ലാതെ സൂര്യൻ ഈ നടുക്കുള്ള പോയിന്റിലല്ല ഉണ്ടാവുക, ഒന്നുകിൽ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. ഓരോ ഗ്രഹത്തിനും സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓർബിറ്റിൽ ചിലപ്പോൾ ഈ ഫോക്കസിലായിരിക്കാം സൺ, അല്ലെങ്കിൽ ഈ ഫോക്കസിലായിരിക്കാം സൺ. ആ രീതിയിലാണ്. അതായത് ചിലപ്പോൾ സണ്ണിന് അടുത്തായിരിക്കാം പ്ലാനറ്റ് വരുന്നത്, ചിലപ്പോൾ സണ്ണിൽ നിന്ന് അകലെ ആയിരിക്കാം പ്ലാനറ്റ് വരുന്നത്. ആ രീതിയിലാണ് പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത് എന്നാണ് ഒന്നാമത്തെ ലോ പറയുന്നത്. ഇതിന്റെ പ്രൂഫ് അദ്ദേഹം ചാർട്ട് പേപ്പറുകളിൽ കൂടി അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ നോട്ട് ചെയ്തതിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചത്. So the first law states that all planets move around the sun in elliptical orbits with the sun at one focus of the ellipse. ഇനി രണ്ടാമത്തെ കെപ്ലറുടെ രണ്ടാമത്തെ ലോ പറയുന്നത്, രണ്ടാമത്തെ ലോയുടെ പേര് ലോ ഓഫ് ഈക്വൽ ഏരിയാസ് എന്നാണ്. ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. ഈ ലോ പറയുന്നത് the line joining the sun to the planet, സണ്ണിൽ നിന്ന് ഇതിലെയാണ് പ്ലാനറ്റ് കറങ്ങുന്നത്, ഈ പാത്തിൽ കൂടിയാണ് പ്ലാനറ്റ് കറങ്ങുന്നത്. the line joining the sun and the planet, സണ്ണിനെയും പ്ലാനറ്റിനെയും കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ covers equal areas in equal intervals of time.
The line joining the sun and the planet sweeps അല്ലെങ്കിൽ covers equal areas in equal intervals of time. ഒരേ സമയ ഇടവേളകളിൽ അത് ഈക്വൽ ഏരിയ ആണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കവർ ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി ഒരു പ്ലാനറ്റ് ഇവിടെയാണുള്ളത്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലാനറ്റ് ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടം വരെ എത്തിയതായിരിക്കാം. അതായത് 2 days ആണ് ഇവിടുത്തെ ടൈം ഇന്റർവൽ, 2 days. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച ലൈനും ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച ലൈനും കവർ ചെയ്ത ഏരിയ ഇതാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്ലാനറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവും ഒരു ദിവസം. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്ലാനറ്റ് ഇവിടെ എത്തി. ഈ 2 ലൈനും സ്വീപ്പ് ചെയ്യുന്ന ഏരിയ, അതിനുള്ളിലുള്ള ഏരിയ, ഈ ഏരിയ ഈക്വൽ ആയിരിക്കും. അതായത് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ 2 ദിവസം അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്നുള്ള ടൈം ഇന്റർവെല്ലിൽ അത് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ഏരിയ ഈക്വൽ ആണ്. ഇതാണ് രണ്ടാമത്തെ ലോ പറയുന്നത്, ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം, ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഏരിയൽ വെലോസിറ്റിയോ ഏരിയ ബൈ ടൈം. അപ്പൊ ഏരിയ ട്രാവൽഡ് ഇൻ സർട്ടൺ ടൈം ഈസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെന്റ്. ലൈൻ ജോയിനിങ് ദ സൺ ആൻഡ് ദ പ്ലാനറ്റ് കവേഴ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഇതിന്റെ പ്രൂഫ് നമ്മൾ പഠിക്കണം. ഇതിന്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ റേഡിയസ് വെക്ടറിനെ ആർ എന്ന് പറയുന്നു വിചാരിക്കാം. ഈ ഡിസ്റ്റൻസ് ആർ ആണ്. ഇത് ഡെൽറ്റ ടി എന്നുള്ള സമയത്തിനുള്ളിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ ആർ. ഇതാണ് ഡെൽറ്റ ആർ. ഡെൽറ്റ ടി എന്നുള്ള സമയമാണ് അതിനെടുത്തത്. ഓക്കെ, സോ ദ ഏരിയ ഡി എ, ഏരിയ ഇതിനകത്തുള്ള ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ബി ഇതാണ്, ഇൻറ്റു എച്ച് ഇതായിട്ട് നമുക്ക് എടുക്കാം. ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഓക്കെ, ഇനി ഏരിയൽ വെലോസിറ്റി ഡി എ ബൈ ഡി ടി, അല്ലെങ്കിൽ ഡി എ വേണ്ട ഡെൽറ്റ എ എന്ന് എടുക്കാം. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. ഏരിയൽ വെലോസിറ്റി, ഏരിയ സ്വെപ്റ്റ് ഇൻ സർട്ടൺ ടൈം, ഏരിയ കവേർഡ് ഇൻ സർട്ടൺ ടൈം. ഇവിടെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പുറത്തും അതുപോലെ ചെയ്യണം. ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈസ് വെലോസിറ്റി, ഡിസ്റ്റൻസ് ബൈ ടൈം വെലോസിറ്റി. That is equal to half into r into v. ഇനി v ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. നമുക്കറിയാം p is equal to mv. So v is equal to p by m. So half into r into p by m. Delta a by delta t. ഇവിടെ നോക്കൂ, ആർ ക്രോസ് പി എന്തായിരുന്നു? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് റൊട്ടേഷണൽ മോഷനിൽ ആർ ക്രോസ് പി ഈസ് എൽ, ആംഗുലർ മൊമെന്റം, മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം, ആംഗുലർ മൊമെന്റ് ആണ്. സോ ഹാഫ് ഇൻറ്റു എൽ ബൈ എം, അല്ലെങ്കിൽ റൈറ്റ് സൈഡില് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡില് എൽ ബൈ 2m ആണ്. സിൻസ് ആംഗുലർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്, ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, കൺസേർവ്ഡ് ആണ്. മാസ് നമുക്കറിയാം, പ്ലാനറ്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് എ കോൺസ്റ്റന്റ്. ഹെൻസ് ഏരിയ കവേർഡ് ഇൻ സർട്ടൺ ടൈം ഈസ് എ കോൺസ്റ്റന്റ്. ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്തെന്ന് ഒന്നുകൂടെ പറയാം. ഇത് ആറ്, ഇത് ഡെൽറ്റ ആറ്. അപ്പോൾ ഇതിനകത്തുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് എടുത്ത് ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഏരിയൽ വെലോസിറ്റി, ഏരിയ ബൈ ടൈം ആണ് ഏരിയൽ വെലോസിറ്റി. സോ ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈസ് വെലോസിറ്റി. വിക്ക് പകരം പി ബൈ എം. പി ലീനിയർ മൊമെന്റം, പി ബൈ എം ആണ് വി. അപ്പൊ ആർ ക്രോസ് പി എൽ ആണ് ആംഗുലർ മൊമെന്റം. സോ എൽ ബൈ 2m എന്ന് റൈറ്റ് സൈഡിൽ വന്നു. ഡി എ ബൈ ഡി ടി ഈസ് ഓർ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് എൽ ബൈ 2m. എൽ ഈസ് കോൺസ്റ്റന്റ്, എം ഈസ് കോൺസ്റ്റന്റ്, സോ റൈറ്റ് സൈഡ് ഈസ് കോൺസ്റ്റന്റ്. ഹെൻസ് ഡി എ ബൈ ഡി ടി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് എർത്തിന്റെ ആംഗുലർ മൊമെന്റം, സണ്ണിന് ചുറ്റുമുള്ള ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാല് എർത്ത് സണ്ണിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ പെരിജിയിലായിരിക്കുമ്പോഴും അടുത്തായിരിക്കുമ്പോൾ തിരിച്ച് പെരിജിയിലായിരിക്കുമ്പോഴും അപ്പോജിയിലായിരിക്കുമ്പോഴും ഇത് കവർ ചെയ്യുന്ന ഏരിയ കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ഏരിയ കണക്കാക്കാൻ ഇവിടത്തേക്ക് ദൂരം കൂടുതലുണ്ട്. അപ്പൊ എർത്ത് ഇവിടെയാണ് ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം ഇവിടെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ട്രാവൽ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് ഈ ഏരിയ കൂടുതൽ വരും. അതേസമയം അടുത്തായിരിക്കുമ്പോഴോ ഇവിടെ ദൂരം കുറവാണ്.
അതുകൊണ്ട് ആ ഏരിയ കറക്റ്റ് ആക്കാൻ വേണ്ടി ഈ ഏരിയയും കറക്റ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും എർത്ത്? ഇവിടെ എത്തുമ്പോൾ വളരെ വേഗം നീങ്ങും. ഇവിടെ എത്തുമ്പോൾ എർത്തിന്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അതായത് ഇവിടുന്ന് അതിന് കവർ ചെയ്യുന്ന ഏരിയ കൂടുതലായിരിക്കും. അതേസമയം ഇവിടെ എത്തുമ്പോഴോ സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് ഡെൽറ്റ ആർ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അങ്ങനെ കുറവായിരിക്കും. അപ്പൊ ഏരിയ അതിനകത്ത് കുറവായിരിക്കും. അപ്പൊ എർത്തിന്റെ സ്പീഡ്, കറങ്ങുമ്പോഴുള്ള സ്പീഡ് പല സമയത്തും വ്യത്യാസപ്പെടുന്നുണ്ട്. അകലെ ആയിരിക്കുമ്പോൾ, പെരിജിയിലായിരിക്കുമ്പോഴും അപ്പോജിയിലായിരിക്കുമ്പോഴും അതിന്റെ സ്പീഡിൽ വ്യത്യാസമുണ്ട്. അത് അടുത്തായിരിക്കുമ്പോൾ സ്പീഡ് കൂടുതലും അകലെ ആയിരിക്കുമ്പോൾ സ്പീഡ് കുറവും ആയിരിക്കും. സിൻസ് ആംഗുലർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്, ഏരിയൽ വെലോസിറ്റി ഓൾസോ ബിക്കംസ് കൺസേർവ്ഡ്. ഓക്കെ, so that is the second law of elliptical orbits. The radius vector drawn from the sun to the planet covers equal areas in equal intervals of time. Okay. The third law states, or it is also known as harmonic law. Harmonic law എന്നാണ് അതിന്റെ പേര്. States that the square of the time period of the planet around the sun is proportional to cube of the semi-major axis. That is the statement. ടൈം പീരീഡിനെയും ഡിസ്റ്റൻസിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്, ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് ദ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. പ്ലാനറ്റിന് ചുറ്റാൻ വേണ്ട ടൈമിന്റെ സ്ക്വയർ, പ്ലാനറ്റിന് ഒരു തവണ ചുറ്റാൻ വേണ്ട ടൈം, നമ്മളെ എർത്തിനെ സംബന്ധിച്ചിടത്തോളം അത് 365 ദിവസം കൊണ്ടാണ് ഒരു തവണ സണ്ണിനെ ചുറ്റി വരുന്നത്. ആ ടൈമിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ഏതാണ് മേജർ ആക്സിസ്? ഇതാണ് മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ പകുതിക്കാണ് എന്ത് പറയാ? സെമി മേജർ ആക്സിസ്. സോ ദ മാത്തമാറ്റിക്കൽ ഫോം ഈസ് ടി സ്ക്വയർ. സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു cube of the semi-major axis, where A is known as the semi-major axis. Major axis ന്റെ പകുതി. T square proportional to AQ. ഇതിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കണം. പ്രൂഫ് പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത്, തൽക്കാലം കെപ്ലറുടെ പ്രൂഫ് ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ്, പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന ഒരു സർക്കുലർ ഓർബിറ്റിലാണ് എന്ന് വെച്ചിട്ട് എളുപ്പത്തിലുള്ള ഒരു പ്രൂഫാണ് പഠിക്കുന്നത്. ഓക്കെ, അതായത് സണ്ണ് നടുക്ക് നിൽക്കുന്നു, ഇവിടെ സണ്ണുണ്ട്, സണ്ണിന്റെ മാസ് MS, പ്ലാനറ്റ് കറങ്ങുന്നുണ്ട് വിത്ത് an orbital radius r. ഇതാണ് പ്ലാനറ്റ് ഹാവിംഗ് മാസ് MP. MP is the mass of planet and MS is mass of sun. R is the distance between them. ഓക്കെ, അപ്പൊ നമുക്ക് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നാണ് കിട്ടുക. എ ക്യൂബ് എന്നല്ല, ആർ ക്യൂബ് എന്നാണ് കിട്ടുക അവസാനം പ്രൂവ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് പ്ലാനറ്റിന് കറങ്ങാൻ വേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് പ്ലാനറ്റിന് കറങ്ങാൻ വേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? G(ms)(mp) by r square. This is the gravitational force between planet and sun. This provides the centripetal force for the planet. Planetന് centripetal force. Centripetal force in the equation mv² by r ആണ്. m പ്ലാനറ്റിന്റെ ആണ്, അപ്പൊ mp into v² by r. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ റൈറ്റ് സൈഡിൽ വിക്ക് നമ്മൾ റൊട്ടേഷൻ മോഷനിൽ പറഞ്ഞിട്ടുണ്ട് r ഒമേഗ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ mp, വിക്ക് പകരം r ഒമേഗ സ്ക്വയർ, അപ്പൊ r² ഒമേഗ² by r. ലെഫ്റ്റ് സൈഡിൽ G(ms)(mp) by r². ഒമേഗയ്ക്ക് പകരം ഞാൻ 2π/t എന്ന് കൊടുക്കുകയാണ്. 2π/t. നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ അവസാനം ചെയ്യാം. mp r, ഒരു r അവിടെ പോവും, r മാത്രമാവും, ഇവിടെ ഒരു r കട്ട് ചെയ്തു. ഒമേഗയ്ക്ക് പകരം 2π/t, അതിന്റെ സ്ക്വയർ പോകണം, അതുകൊണ്ട് 4π²/t². ഒമേഗ² ആണ് വേണ്ടത്. 4π²/t². ഇവിടെ G(ms)(mp) by r². mp കട്ട് ചെയ്തു. ഈ r², ഈ ടേംസ് ഒക്കെ ഞാൻ അപ്പുറത്തേക്ക് എടുക്കുകയും t² ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. G(ms)(t² ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ആണ്, ഇത് അങ്ങോട്ട് എടുക്കുന്നു, r³ 4π². ഓക്കെ,
ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ ബൈ ഇത് താഴേക്ക് GMS ഇൻറ്റു ആർ ക്യൂബ്. ഓക്കെ, ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു കുറെ കാര്യങ്ങൾ ഇൻറ്റു ആർ ക്യൂബ് എന്ന് കിട്ടി. ഈ കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. 4 കോൺസ്റ്റന്റ്, പൈ സ്ക്വയർ കോൺസ്റ്റന്റ്, G കോൺസ്റ്റന്റ്, മാസ് ഓഫ് സണ്ണ് കോൺസ്റ്റന്റ്. അപ്പൊ ടി സ്ക്വയർ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ആർ ക്യൂബ്, അല്ലെങ്കിൽ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് പറയും അല്ലെ. ഒരു കാര്യം പ്രൊപ്പോർഷണൽ ടു ആണെങ്കിൽ നമ്മൾ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയും. അതേപോലെ തിരിച്ച് ടി സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു ആർ ക്യൂബ് ആയതുകൊണ്ട് ടി സ്ക്വയർ ഈക്വൽ ടു ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് മാസ് ഓഫ് സണ്ണ് കാണുക. അതായത് മാസ് ഓഫ് സണ്ണ് കാണാൻ വേണ്ടി 4 പൈ സ്ക്വയർ ആർ ക്യൂബ് ബൈ ജി ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് മാസ് ഓഫ് സണ്ണ് കാണാമെന്നും കൂടി ഓർമ്മിക്കണം. സോ ദിസ് ഈസ് ദ പ്രൂഫ് ഫോർ കെപ്ലേഴ്സ് തേർഡ് ലോ. ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് ദ time period of the planet is proportional to cube of the semi-major axis. സോ അതോടെ നമ്മുടെ ഈ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ തീരാണ്. എല്ലാവരും ഈ പ്രൂഫുകളും എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷനും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അത് എഴുതി പഠിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയാം. ഓക്കെ.